2023 ജൂലൈ 27 നസീം ഷാ ശ്രീലങ്കയുടെ ലാസ്റ്റ് ബാറ്ററായ ദിൽഷൻ മധുഷങ്കയുടെ വിക്കറ്റും നേടി പാകിസ്ഥാന്റെ വിജയം ആഘോഷമാക്കുന്നു. വിജയം ഇന്നിംഗ്സിനും 222 റൺസിനും ശ്രീലങ്കയിൽ വെച്ച് നടന്ന ആ പരമ്പര 2-0 സ്വന്തമാക്കാനും പാകിസ്ഥാനായി. എന്നാൽ അതിനുശേഷം ഇന്നേ വരെ ഒരു എവേ ടെസ്റ്റ് മത്സരം പോലും വിജയിക്കാൻ പാകിസ്ഥാനായിട്ടില്ല. വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം 90 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാനെ തകർത്തത്. കൃത്യമായി പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഒരു എവേ ടെസ്റ്റ് മത്സരം വിജയിച്ചിട്ട്. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അപകടകാരികളായ ടീമുകളിലൊന്നായിരുന്നു പാകിസ്ഥാൻ. ഏതു വമ്പൻ ടീമുകളെയും ഹോം എവേ എന്ന് വ്യത്യാസമില്ലാതെ തകർത്തുവിട്ട ചരിത്രമുള്ള ടീമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് അതേ പാകിസ്ഥാൻ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളും തുടർച്ചയായ പരാജയങ്ങളുമായി വിമർശനങ്ങളുമായി പോരാടുകയാണ്. വസീം അക്രം, വഖാർ യൂനിസ് മുതൽ ഷൊയ്ബ് മാലിക്കും മിസ്ബാഹുൽ ഹക്കും വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇതിഹാസ നിര തന്നെയുണ്ട് പാകിസ്ഥാന്. അക്കാലത്ത് ഏറ്റവും ബാറ്റിംഗ് ബോളിംഗ് നിരകളിലൊന്നായിരുന്നു അവരുടേത്. 92-ൽ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ ഏകദിന ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ 2009-ൽ T20 ലോകകപ്പും 2017-ൽ ചാമ്പ്യൻസ് ട്രോഫിയും നേടാൻ അവർക്കായിട്ടുണ്ട്. ഇടക്കാലത്ത് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയ ടീം. എന്നാൽ പിന്നീട് സ്ഥിതി മാറി. നിരന്തരമായ സെലക്ഷൻ മാറ്റങ്ങളും ക്യാപ്റ്റനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും താരങ്ങളുടെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളും ടീമിന്റെ പ്രകടനത്തെ മൊത്തത്തിൽ ബാധിച്ചു. ഒരു കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അടുത്ത മത്സരത്തിൽ തീർത്തും പരിതാപകരമാകുന്ന അവസ്ഥ പതിവായി. ഇന്ന് പാകിസ്ഥാനിൽ കഴിവുള്ള യുവതാരങ്ങളുണ്ടെങ്കിലും ആ കഴിവിനെ പ്രയോജനപ്പെടുത്തി വിജയങ്ങളാക്കി മാറ്റാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. നിലവിലെ ക്യാപ്റ്റനായ ബാബർ അസം ബാറ്റിംഗിൽ ഫോമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റൻസി എന്നും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. കഴിഞ്ഞ മത്സരത്തിൽ 58 റൺസ് നേടി നോട്ടൌട്ടായിരുന്ന ബാബർ നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള വാലറ്റക്കാരായി എത്തുന്ന ബാറ്റർമാർക്ക് നിരന്തരം സിംഗിളുകൾ കൊടുത്ത് സ്ട്രൈക്ക് കൈമാറിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി. ഒരുപാട് പുതിയ താരങ്ങളെ പരീക്ഷിച്ചു രക്ഷ നേടാനാകാതെ കുഴങ്ങിയ പാകിസ്ഥാൻ സീനിയർ താരങ്ങളെ തിരിച്ചെത്തിച്ചും പല ശ്രമങ്ങളും നടത്തി നോക്കി. എന്നിട്ടും കരക്കെത്തിക്കാനാകാത്ത അവസ്ഥ. ഈ തകർച്ചകളിൽ നിന്ന് പാകിസ്ഥാന് കരകയറാനാകുമോ? പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ത്? കണ്ടറിയാം.